സെപ്റ്റംബർ 2021 നടന്ന ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് 1 to 16 carries 3 score each. ആൻസർ എനി 8 question. ഏതെങ്കിലും 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 1 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 സ്കോർ വീതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The method of collecting data from a third party called witness is known as dash. Direct personal interview, indirect oral investigation, direct observation, telephone interview. 4 ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. മലയാളം വേർഷൻ: സാക്ഷി എന്നു വിളിക്കുന്ന മൂന്നാമതൊരാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയെ ഡാഷ് എന്നു വിളിക്കുന്നു. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വൺ. പരോക്ഷ വാമൊഴി അന്വേഷണം, അതായത് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഫസ്റ്റില് സെക്കൻഡ് വൺ, വാട്ട് ഈസ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ? ഫോക്കസ് ഗ്രൂപ്പ് ചർച്ച എന്നാൽ എന്ത്? ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനെ പറ്റി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 29 പറയുന്നുണ്ട്. എ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഈസ് എ സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഗൈഡഡ് ബൈ എ ട്രെയിൻ ലീഡർ. It is used to collect more opinion about a specified topic in order to take better decisions in future plans. Okay, 3 എഴുതിയാൽ മതിയാകും. 2 മാർക്കാണ് ഉള്ളത്. Then question number 2, name the journal published by ISI. ISI പ്രസിദ്ധീകരിക്കുന്ന ജേണലിന്റെ പേരെഴുതുക. എന്താണ് പേര്? സാംഖ്യ. Then next one, NSSOയുടെ 4 വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? What are the 4 divisions of NSSO? NSSOന്റെ 4 ഡിവിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. NSSO has a 4 division: Survey, Design and Research Division, Field Operation Division, Data Processing Division, Coordination and Publication Division. ഈ 4 ഡിവിഷനാണ് NSSOന് ഉള്ളത്. Then question number 3, classification according to 2 disjoint attributes are called. സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് സമഷ്ടിയെ 2 വ്യത്യസ്ത വിഭാഗങ്ങളായി തരംതിരിക്കുന്ന വർഗീകരണത്തിനെ പറയുന്ന പേര് ഡൈക്കോട്ടമി. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് വൺ, ഡൈക്കോട്ടമി. നെയിം ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. വിവിധ തരം വർഗീകരണങ്ങളുടെ പേരെഴുതുക. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇവ 4 ആണ് ഉള്ളത്. Then question number 4, which one is a graphical representation of a group frequency distribution? Bar diagram, pie diagram, scatter diagram, histogram. ഒരു ആവർത്തി വിതരണത്തിനെ ഗ്രാഫിക്കലായി പ്രതിനിധാനം ചെയ്യാൻ സഹായിക്കുന്നത് ഇവയിൽ ഏതാണ്? ഹിസ്റ്റോഗ്രാം ആണ്. ദെൻ അതിലെ നെക്സ്റ്റ് വൺ, ഡ്രോ റഫ് ഡയഗ്രാം ഷോയിങ് സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന വരയ്ക്കുക. റഫായിട്ട് വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് വെച്ചാൽ 1 ബാർ ഉള്ള ഡയഗ്രാമാണ് സിമ്പിള്. ദെൻ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമിനുള്ള എക്സാമ്പിൾസ് ഇങ്ങനെ ഏകദേശം ഈ രൂപത്തില് വരയ്ക്കുക. അപ്പൊ ഈ 4 ബാറുകൾ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് 2 എണ്ണം വരഞ്ഞിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് 1 ബാറിനെ അടുപ്പിച്ചിട്ട് 2-3 എണ്ണം അടുപ്പിച്ചിട്ട് വരഞ്ഞാലും മതി. ക്വസ്റ്റ്യൻ നമ്പർ 5, ഫോർ എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ അരിത്മെറ്റിക് മീൻ ഈസ് 7. If 3 is added to all observation, then arithmetic mean is. ഒരു കൂട്ടം പ്രാപ്താംഗങ്ങളുടെ അരിത്മെറ്റിക് മീൻ 7 ആണ്. എല്ലാ വിലകളോടും 3 കൂട്ടിയാൽ കിട്ടുന്ന പുതിയ അരിത്മെറ്റിക് മീൻ ആയിരിക്കും ഡാഷ്. അതായത് അരിത്മെറ്റിക് മീനിന്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. If the mean of n observations is x bar,
then the mean of the observations x1 plus or minus a, x2 plus or minus a, etc. xn plus or minus a is x bar plus or minus a. അതായത് ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ഡാറ്റയോട് എ എന്നുള്ള വാല്യൂ കൂട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ എ എന്നുള്ള വാല്യൂ മൈനസ് ഡിക്രീസ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്താൽ പുതിയ മീൻ എന്ന് പറഞ്ഞാൽ പഴയ മീനിനോട് കൂടെ ഏത് വാല്യൂ ആണോ കൂട്ടുന്നത് ആ വാല്യൂ ആയിരിക്കും. അല്ല നിങ്ങൾ ആ സെറ്റ് ഓഫ് ഡാറ്റയോട് കുറച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പഴയ മീനിൽ നിന്ന് ആ വാല്യൂ മൈനസ് ചെയ്യുക. ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവിടെ സെറ്റ് ഓഫ് ഒബ്സർവേഷന്റെ മീൻ 7 ആണ്. എല്ലാ വിലകളോടും 3 കൂട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പഴയ മീനിനോടുകൂടെ ആ പുതിയ വാല്യൂ കൂട്ടിക്കൊടുക്കുക. സോ 7 3 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 10. ആൻസർ ബി. The next one, write any 4 desirable properties of a good average. ഒരു ആവറേജിന് അഭികാമ്യമായ 4 പ്രത്യേകതകൾ എഴുതുക. ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ആവറേജ്. അങ്ങനെ 6 പോയിന്റ് ഉണ്ട്. ഇതില് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 പോയിന്റ് എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 6. Prepare a blank table for representing the information given below. താഴെ തന്നിരിക്കുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പട്ടിക തയ്യാറാക്കുക. അപ്പൊ അതില് ലിംഗം മെയിൽ ഫീമെയിൽ ഉണ്ട്, സ്ട്രീം ഉണ്ട്, സയൻസ്, ആർട്സ്, കൊമേഴ്സ്. ഇത് ബേസ് ചെയ്തുകൊണ്ട് ഒരു ബ്ലാങ്ക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, നമുക്ക് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം. ജെൻഡറിന് മെയിൽ ഫീമെയിൽ ഇങ്ങനെയും, സ്ട്രീമിന് കോളത്തില് സയൻസ്, ആർട്സ്, കൊമേഴ്സ്, ടോട്ടൽ, ദെൻ ഇവിടെ ലാസ്റ്റ് കോളം ടോട്ടൽ. ഇങ്ങനെ നമുക്കത് റെപ്രസെന്റ് ചെയ്യാം. ഇനി നേരെ തിരിച്ചിട്ടായാലും കറക്റ്റ് തന്നെയാണ്. അതായത് സ്ട്രീം ഇവിടെ സയൻസ്, ആർട്സ്, കൊമേഴ്സ്, ടോട്ടലും ഇവിടെ മെയിൽ ഫീമെയിൽ അങ്ങനെ അടയാളപ്പെടുത്തിയാലും റോസും കോളംസും നിങ്ങൾ ചേഞ്ച് ചെയ്ത് എഴുതിയാലും കറക്റ്റ് തന്നെ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ദ സം ഓഫ് പെർസെന്റേജ് ഫ്രീക്വൻസി ഈസ്. ശതമാന ആവൃത്തികളുടെ തുക ഡാഷ് ആയിരിക്കും. എത്രയാണ്? ശതമാനാണെങ്കിൽ 100 ആണ്. Then question number 7. For a frequency distribution mean equal to 32 and median equal to 31, the mode equal to dash. ഒരു ആവർത്തി വിതരണ പട്ടികയിൽ മീൻ 32 മീഡിയൻ 31 ആകുന്നു എങ്കിൽ മോഡ് ഡാഷ് ആയിരിക്കും. തന്നിട്ടുള്ള ഡീറ്റെയിൽസിലെ മീൻ 32, മീഡിയൻ 31, മീൻ മൈനസ് മോഡ് ഈക്വൽ ടു ഫോർമുല ദിസ് വൺ ആണ്. അല്ലെങ്കിൽ ഈ ഫോർമുലയെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നുള്ള ഫോർമുല വരുന്നത്. മീഡിയന്റെ വാല്യൂ 31 ആണ്. 31 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് മീൻ എത്രയാ? 32. ദെൻ 3 ഇൻറ്റു 31 93 മൈനസ് 2 ഇൻറ്റു 32 64. 93ൽ നിന്ന് 64 മൈനസ് ചെയ്യുക. ആൻസർ ഈസ് 29. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് വൺ. For a set of 50 observations, arithmetic mean is calculated as 65. Later on, it was discovered that one of the observation 18 was wrongly taken as 80. Calculate the corrected mean of the data. 50 വിലകളുടെ ശരാശരി 65 എന്ന് കണക്കാക്കിയിരിക്കുന്നു. എന്നാൽ ഇതിൽ 18 എന്ന ഒരു യഥാർത്ഥ വിലയ്ക്ക് പകരം 80 എന്ന വില ഉപയോഗിച്ചാണ് ശരാശരി കണ്ടുപിടിച്ചതെന്ന് പിന്നീടുള്ള പഠനത്തിൽ ബോധ്യപ്പെട്ടു. ശരിയായ അരിതമെറ്റിക് മീൻ കണ്ടുപിടിക്കുക. നോക്കൂ, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 50 കുട്ടികളുടെ ശരാശരിയാണ് 65. ഈ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഇൻകറക്റ്റ് തെറ്റായ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണു. അപ്പൊ നോക്കൂ, തെറ്റായ സമ്മ് എക്സ് ബാർ ഈക്വൽ ടു എക്സ് ബാർ മീനിന്റെ ഫോർമുല സിഗ്മ എക്സ് ബൈ എൻ ആണ്. അപ്പൊ ഇതില് സിഗ്മ എക്സ് നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കാനുള്ളത്. എക്സ് ബാർ 65 ആണെന്ന് തന്നിട്ടുണ്ട്. എൻ എത്രയാ? 50. ഓക്കെ, ഇനി 50 ഇങ്ങേ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ 65 ഇൻറ്റു 50 ഈക്വൽ ടു സിഗ്മ എക്സ് ആണ്. അതായത് 3250. ഈ എമൗണ്ട് ആണ് എന്ത്? ഇൻകറക്റ്റ്, തെറ്റായത്.
നമുക്ക് വേണ്ടത് എന്താ? ഇനി കറക്റ്റ് ആയിട്ടുള്ള സിഗ്മ എക്സും കറക്റ്റ് ആയിട്ടുള്ള മീനും ആണ് വേണ്ടത്. കറക്റ്റ് സിഗ്മ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായി ഇൻകറക്റ്റ് സിഗ്മ എക്സിൽ നിന്ന് ഇൻകറക്റ്റ് ആയിട്ടുള്ള വാല്യൂ മൈനസ് ചെയ്യുക, എന്നതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കൂട്ടിക്കൊടുക്കുക. ഇപ്പൊ ഇൻകറക്റ്റ് സിഗ്മ എക്സ് 3250 നിന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 18 എന്ന് എഴുതേണ്ടടുത്ത് 80 എഴുതി പോയത് എന്ന് പറയണ്ടേ. അപ്പൊ ഈ തെറ്റായ വാല്യൂ മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? കറക്റ്റായ വാല്യൂ കൂട്ടിക്കൊടുത്തു. ഈ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്നത് 3188 ആണെന്ന് കിട്ടും. ഇതാണ് എന്ത്? കറക്റ്റ് ആയിട്ടുള്ള സമ്മ്. ഈ കറക്റ്റ് സമ്മിൽ നിന്ന് എന്ത് ചെയ്യാം? മീന് കണ്ടുപിടിക്കാം. 3188 ഡിവൈഡഡ് ബൈ 50. 3188നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 63.76. Then question number 8. For two events A and B, probability of A given B equal to probability of A, then A and B are said to be. A, B എന്നീ രണ്ടു ഈവന്റുകൾക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആണെങ്കിൽ എയും ബിയും ഡാഷ് ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കൂ, തന്നിട്ടുള്ളത് ഈക്വലി ലൈക്ലി ഈവൻസ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ്, എസ് ഹോസ്റ്റി ഈവൻസ്, ദെൻ ഇൻഡിപെൻഡന്റ് ഈവൻസ്. ഇങ്ങനെ 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ഇവിടെ നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ എന്നും പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി എന്നും എഴുതാൻ കഴിയുന്നുവെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വൺ. ഫോർ ടു ഈവൻസ് എ ആൻഡ് ബി, probability of A equal to 0.3, probability of B equal to 0.4 and probability of A given B equal to 0.6. Find the value of probability of A and B. A and B പറഞ്ഞാൽ എന്താ അർത്ഥം? probability of A intersection B ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ മലയാളത്തിൽ അതിന്റെ വേർഷൻ ഇങ്ങനെയാണ്. എയും ബിയും രണ്ട് ഈവന്റുകളാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് ബി, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ വില കാണുക. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാല് ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ് ഫോർമുല. തന്നിട്ടുള്ള ഡീറ്റെയിൽസിൽ എ ഗിവൺ ബി 0.6 ആണ്, പ്രോബബിലിറ്റി ഓഫ് ബി 0.4 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 0.6 into 0.4 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.24 ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. 2 coins are tossed together. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ സാമ്പിൾ മേഖല എഴുതണം. കൃത്യം 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? കുറഞ്ഞത് ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉള്ള സാമ്പിൾ സ്പേസ് ഇതാണ്. 2 ഹെഡ് ആവാം, ഒരു ഹെഡ് ടെയില്, ടെയില് ഹെഡ്, 2 ടെയിൽ ആവാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്? 2 ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി ഇപ്പൊ നോക്കൂ, 2 ഹെഡ് വരുന്നത് ഒരു കേസിലാണ്. സോ 1/4, 1, 2, 3, 4 ഈ 4 എണ്ണത്തില് ഒരു കേസിലാണ് 2 ഹെഡ് വരുന്നത്. ഇനി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്? ഒരു ഹെഡെങ്കിലും വേണം. അപ്പൊ ഒരു ഹെഡെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഇവിടെ 2 ഹെഡ് ഉണ്ട്, അപ്പൊ ഇതൊരു കേസാണ്. ഇതില് ഒരു ഹെഡ് ഉണ്ട്, അപ്പൊ ഇതൊരു കേസായി. ഇതിലും ഒരു ഹെഡ് ഉണ്ട്, ഇതൊരു കേസായി. ഇവിടെ നോക്കൂ, 2 ടെയിലാണ്, അപ്പൊ ഹെഡ് ഇല്ലല്ലോ. അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എത്ര എണ്ണം? 3 ആണ്. ഡിവൈഡഡ് ബൈ എത്ര? 4. ഇതാണ് ആൻസർ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് റഫ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് കർട്ടോസിസ്. ചിത്രത്തിന്റെ സഹായത്തോടെ വിവിധ തരം കർട്ടോസിസുകൾ വിശദമാക്കുക. നോക്കൂ, ഇങ്ങനെയാണ് 3 ടൈപ്പിലുള്ള കർട്ടോസിസ് ഉള്ളത്. ഈ റെഡ് കളർ കാണുന്നത് പീക്കിൽ പോയി കഴിഞ്ഞാൽ ലെപ്റ്റോകർട്ടിക്. ദെൻ നോക്കൂ, ഏകദേശം നോർമലായി വരുന്നുവെങ്കിൽ അതിനെ മിസോകർട്ടിക് അല്ലെങ്കിൽ നോർമൽ കേർവ് എന്ന് പറയും. ദെൻ പതിഞ്ഞിട്ട് വരുന്ന കേർവിനെയാണ് പറയുന്നത് പ്ലാറ്റിക്കർട്ടിക്. ആ പോയിന്റ്സുകൾ ഇവിടെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയി പഠിച്ചിട്ട് എഴുതുക.
Dash is a non-probability sampling method. Dash ഒരു സംഭാവ്യേതര പ്രതിരൂപണ രീതിയാവുന്നു. ഏതാണ് ഇതിലെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്? കോട്ട സാമ്പിളിംഗ് ആണ്. Then next one, systematic sampling വിശദമാക്കുക. Explain systematic sampling. നോക്കൂ, systematic sampling ഇതാണ് systematic sampling ന്റെ ഡീറ്റെയിൽസ്. A sampling method in which one unit is selected at random and the remaining units are selected at an interval of predetermined length is called systematic sampling. Okay. Then question number 12. A bag contains 7 red ball, 5 black ball and 4 white ball. One ball is drawn from the bag. What is the probability of getting? അങ്ങനെ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ മലയാളം വേർഷൻ: ഒരു ബാഗില് 7 ചുവപ്പ്, 5 കറുപ്പ്, 4 വെള്ള പന്തുകളുണ്ട്. ഇതിൽ നിന്ന് ഒരു പന്ത് തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കുന്ന പന്ത് ഈ 3 ആവാനുള്ള പ്രോബബിലിറ്റി ഓരോന്നോരോന്നായി കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഒരു ബോക്സില് 7 റെഡ്, 5 ബ്ലാക്ക്, 4 വൈറ്റ്. ഇതിൽ നിന്ന് ഒരു റെഡ് ബോൾ ആണ് എടുക്കാനുള്ളത്. ഇതിൽ എത്ര റെഡ് ബോൾ ഉണ്ട്? 7 റെഡ് ബോൾ. 7 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 16. ഇപ്പൊ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ 7/16 ആണ്. നോട്ട് എ ബ്ലാക്ക് ബോൾ ആണ് സെക്കൻഡ് വൺ. അപ്പൊ എടുക്കുന്ന ബോൾ എന്താവാൻ പാടില്ല? ബ്ലാക്ക് ആവാൻ പാടില്ല. ബ്ലാക്ക് അല്ലെങ്കിൽ പിന്നെ എന്താവാം? റെഡോ വൈറ്റോ ആവാം. അപ്പൊ 7ഉം 4ഉം കൂടെ കൂട്ടി 7ഉം 4ഉം കൂടെ സം ചെയ്യുമ്പോൾ എത്ര വരും? 11 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 16. ദെൻ നെക്സ്റ്റ് വൺ, എടുക്കുന്ന ബോള് റെഡ് ആവാം അല്ലെങ്കിൽ ബ്ലാക്ക് ആവാം. അപ്പൊ റെഡ് എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. ബ്ലാക്ക് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 7ഉം 5ഉം കൂടെ കൂട്ടി നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഇവ തമ്മിൽ കൂട്ടുമ്പോ എത്ര വന്നു? 12 വന്നു. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 16. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, എ നോർമൽ റെയിൻഫോൾ ഇൻ 4 ഡിഫറെന്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള ആർ ഗിവൺ ബിലോ. ഡാറ്റ തന്നിട്ടുണ്ട്. ഈ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് പൈ ഡയഗ്രാം വരയണം. പൈ ഡയഗ്രാം വരയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓരോ ഐറ്റത്തിന്റെയും ആംഗിൾ മെഷർ ചെയ്യണം. ആംഗിൾ മെഷർ ചെയ്യാനുള്ള ഫോർമുല ആംഗിൾ ഈക്വൽ ടു ഐറ്റം ഫ്രീക്വൻസി, തന്നിട്ടുള്ള ഐറ്റം ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 360 ഡിഗ്രിയാണ്. ഈ 360 എന്നുള്ളത് ഒരു കംപ്ലീറ്റ് സർക്കിളിന്റെ ആംഗിൾ ആണ് 360. ഓക്കെ. അപ്പൊ ആദ്യം വേണ്ടത് കൊല്ലത്തിന്റെ എന്ത് വേണം? ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനായി കൊല്ലത്തിന്റെ മെഷർമെന്റ് എത്രയാ? 45 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇവയെല്ലാം കൂടെ സം ചെയ്യുമ്പം 119 ഇൻറ്റു ഒരു കംപ്ലീറ്റ് സർക്കിളിന്റെ ആംഗിൾ 360 ആണെന്ന് പറഞ്ഞു. ഇത് സിംപ്ലിഫൈ ചെയ്യുക. 136.13 എന്ന് ആൻസർ കിട്ടും. അതുപോലെ കോട്ടയം ജില്ലയുടേത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ എന്താ വരിക? 35.3 ഡിവൈഡഡ് ബൈ ടോട്ടൽ 119 ഇൻറ്റു 360 ഡിഗ്രി മെഷർ ചെയ്യുമ്പോൾ 106.79 ആണെന്ന് ആൻസർ വരും. ദെൻ ഇടുക്കി ജില്ലയുടേത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 29/119 ഇൻറ്റു 360 ഡിഗ്രി 87.73 ആണ്. ദെൻ ലാസ്റ്റ് വൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് പാലക്കാടിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 9.7 ഡിവൈഡഡ് ബൈ 119 ഇൻറ്റു 360 കാൽക്കുലേറ്റ് ചെയ്യുക. 29.34 ആണെന്ന് ആൻസർ വന്നു. ഇനി ഈ ആംഗിൾ ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പൈ ഡയഗ്രാം വരയാൻ. പൈ ഡയഗ്രാം വരയാനായി ഒരു സർക്കിൾ ആദ്യം വരഞ്ഞു. എന്നതിന് ശേഷം സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക്, അതായത് റേഡിയസ് വരയ്യ. എന്നിട്ട് എന്ത് ചെയ്തു? ആ പോയിന്റില് പ്രൊട്രാക്ടറിനെ കൊണ്ടുവന്ന് വെച്ചു. ഈ ലൈന് വെച്ചിട്ട് പ്രൊട്രാക്ടർ വെച്ചു. അപ്പൊ ആദ്യത്തെ മെഷർമെന്റ് 136.13. അപ്പൊ ഈ നേരെ കാണുന്നത് 90 ആണ്. 100, 110,
120, 30, 136 ആണ്. അപ്പൊ 130 കഴിഞ്ഞ് ഇത് 135, 136 എന്നുള്ള പോയിന്റിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ലൈനിൽ ടച്ച് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആംഗിള് 106 ആണ്. വീണ്ടും ഈ ലാസ്റ്റ് വരഞ്ഞ ലൈനില് പ്രൊട്രാക്ടർ കീപ്പ് ചെയ്ത് വെച്ചു. സെന്റർ പോയിന്റ് കീപ്പ് ചെയ്യുക. ഇതിന് നേരെ കാണുന്നത് 90 ആണ്. 100, 106.7 ആണ്. അപ്പൊ 107 എന്ന് എടുക്കണം കേട്ടോ ഞാന്. 100, 110, 105 ആണ് ഇത്. ക്ലിയർ ആവുണ്ടാവുന്ന കരുതുന്നു. 105, 106, 107 ആ പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും ഈ ലൈന് മുട്ടിച്ചു. ഇത് പൂവാട്ട് അത് 136.13 ആണ്. അതായത് കൊല്ലം ജില്ലയാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഈ ആംഗിള് 106.7 ആണ്. അതിന് 107 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു. ഇത് കോട്ടയം. ദെൻ ഇനി നെക്സ്റ്റ് ആംഗിൾ എത്രയാ, 87 ആണ്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യാ, ഈ ലാസ്റ്റ് വരഞ്ഞ ലൈന് ടച്ച് ചെയ്ത് വെച്ചു. 87, 90ന് തൊട്ട് താഴെ 80, 85, 86, 87 പോയിന്റ് മാർക്ക് ചെയ്യുക. ദെൻ ഈ ലൈന് ടച്ച് ചെയ്തു. അപ്പൊ ഇത്രയും ഭാഗം ഇടുക്കി ആണ്. ദെൻ ലാസ്റ്റ് ഈ ആംഗിൾ എത്രയാണ്, 29.34 എന്നുള്ള ആംഗിൾ ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഡിഫറെന്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 14, ഡിഫൈൻ ദ ടേം സാമ്പിൾ സ്പേസ്, സാമ്പിൾ പോയിന്റ്, ഈവന്റ്. അതായത് നിർവചിക്കുക സാമ്പിൾ മേഖല, സാമ്പിൾ ബിന്ദു, ഈവന്റ്. നോക്കൂ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് സാമ്പിൾ സ്പേസ് എന്നാല് the set of all possible outcome of a random experiment is called the sample space. Sample space is usually listed in curly bracket. Then second one ചോദിച്ചിരിക്കുന്നത് സാമ്പിൾ പോയിന്റ് ആണ്. ഈച്ച് എലമെന്റ് ഇൻ ദ സാമ്പിൾ സ്പേസ്, സാമ്പിൾ സ്പേസിലുള്ള ഓരോ എലമെന്റിനെയും സാമ്പിൾ പോയിന്റ് എന്ന് പറയും. ദെൻ പിന്നീട് ചോദിച്ചിരിക്കുന്നത് ഈവന്റ് ആണ്. An event is a set of outcome which have some characteristic in common. 3 ഡെഫിനിഷനും കൂടെ ചേർന്നിട്ട് ദേ ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് എഴുതി. Then next one, consider the random experiment of drawing 2 balls from a bag containing 4 green and 5 yellow balls. The first ball is not replaced back before the second row. Find the probability that both balls are green. 4 പച്ചയും 5 മഞ്ഞയും പന്തുകളുള്ള ഒരു സഞ്ചിയിൽ നിന്ന് 2 പന്തുകൾ തിരഞ്ഞെടുക്കുന്ന അനിയത ഫല പരീക്ഷണം പരിഗണിക്കുക. ഒന്നാമത്തെ പന്ത് തിരിച്ചിടാത്ത രീതിയിലാണ് രണ്ടാമത്തെ പന്ത് എടുക്കുന്നതെങ്കിൽ 2 പന്തുകളും പച്ചയാകാനുള്ള പ്രോബബിലിറ്റി എന്ത്? ഒരു ബാഗില് 4 പച്ചയും 5 മഞ്ഞയും ഉണ്ട്. ഇതിൽ നിന്ന് 2 ബോളാണ് എടുക്കാനുള്ളത്. 2 ബോൾ എടുക്കുമ്പോഴുള്ള പ്രത്യേകത, ആദ്യത്തെ ബോൾ എടുത്തു എന്നതിന് ശേഷം അത് തിരിച്ചിടുന്നില്ല, അതിനെ മാറ്റി വെച്ചതിന് ശേഷമാണ് സെക്കൻഡ് ബോൾ എടുക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ആദ്യത്തെ ഒരു ബോള് ഗ്രീൻ കിട്ടാനുള്ള, പച്ച കിട്ടാനുള്ള പ്രോബബിലിറ്റി ടോട്ടൽ എത്ര ഗ്രീൻ ആണ്? 4. 4 ബൈ എത്ര ബോൾസ് ഉണ്ട് ഇതില്? ടോട്ടലായിട്ട് 9 ബോൾസ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഗ്രീൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി 4/9 ആണ് ആദ്യത്തെ ചാൻസില്. ദെൻ പിന്നെ പറയുന്നത്, എടുത്ത ബോൾ തിരിച്ചിടുന്നില്ലെങ്കിൽ ഗ്രീനിന്റെ എണ്ണം എത്രയായി എന്ന് കരുതുക? 3 ആയി. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര ബോളായി? 8 ബോളായി. 5, 3, 8. അപ്പൊ ഗ്രീന് 3/8 സെക്കൻഡ് റോയില് കിട്ടാനുള്ളത്. ഇത് ഫസ്റ്റ് ഡ്രോയില് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ദിസ് വൺ സെക്കൻഡ് റോയില് ഗ്രീൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ദെൻ ഇനി എന്ത് ചെയ്യുക? ഒന്നുകിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 3s are 12 divided by 9 8s are എത്രയാ? 72. ഇങ്ങനെ എഴുതി നിർത്താം. അല്ലെങ്കിൽ ഇതിനെ വെട്ടിച്ചുരുക്കാൻ അറിയുന്നവർക്ക് വെട്ടിച്ചുരുക്കിയ ശേഷം എത്ര കിട്ടും? ഇതിനെ ക്രോസ് ആയി കട്ട് ചെയ്യുക. ആൻസർ 1/6 കിട്ടും. 12/72 പറഞ്ഞാലും എത്ര തന്നെയാണ് വരിക? 12 1 ടൈം പോവും. 12 72 6 ടൈം പോവും. 1/6 തന്നെയായിരിക്കും ആൻസർ. Prepare a questionnaire to conduct a survey or study
The opinion of students about the online mode of learning. ഇതിന്റെ മലയാളം വേർഷൻ, ഓൺലൈൻ പഠനാനുഭവത്തെ പറ്റി കുട്ടികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനാവശ്യമായ രീതിയിൽ ഒരു ചോദ്യാവലി തയ്യാറാക്കുക. 3 മാർക്കിന്റെ ചോദ്യമാണ്. 6 ചോദ്യങ്ങളെങ്കിലും ഇതിന് അനുയോജ്യമായിട്ട് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാം. If you like the video, please subscribe and press the bell icon.